വെൽക്കം ടു വേഴ്സ് ടൈം. മലയാളം വാക്യം ധ്യാനിക്കാം. സദൃശവാക്യങ്ങൾ 22 അധ്യായം 4 വാക്യം. താഴ്മയ്ക്കും യഹോഭക്തിക്കും ഉള്ള പ്രതിഫലം ധനം, മാനം, ജീവനാകുന്നു. താഴ്മയ്ക്കും യഹോഭക്തിക്കുമുള്ള പ്രതിഫലം. നമ്മൾ യഹോഭക്തിയോടെ ഇരിക്കുകയാണെങ്കിൽ നമുക്ക് മാനം, താഴ്മ ഇതൊക്കെ ധരിക്കുകയാണെങ്കിൽ താഴ്മയ്ക്ക് യഹോഭക്തിക്കുള്ള പ്രതിഫലം ധനം, വെൽത്ത്, മാനം, ഹോണർ, ജീവൻ, ലൈഫ്, ഇത് ഇത്രയും നമ്മൾക്ക് ലഭിക്കും. നമ്മൾക്ക് എന്ത് വേണം? താഴ്മയും യഹോവയ്ക്കുള്ള ഭയവും. യഹോഭക്തിക്കും എന്നാണ് കൊടുത്തിരിക്കുന്നത്. യഹോഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭം. യഹോഭക്തിയോട് വേഷം വിട്ടിട്ട് കാര്യമില്ല. യഹോഭക്തിയോട് സിൻസിയർ പ്രേയർ. ഗോഡ് വിൽ ആൻസർ അവർ സിൻസിയർ പ്രേയേഴ്സ്. കർത്താവ് നമ്മുടെ സിൻസിയർ പ്രേയേഴ്സിനെ ആൻസർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ യഹോഭക്തിയെ വേഷം പൂണ്ടാതെ യഹോഭക്തിയോടായിരിക്കാൻ നമ്മളെ ദൈവം സഹായിക്കട്ടെ. ഞാൻ യഹോഭക്തിയോടായിരിക്കാൻ കർത്താവിനെ ഈ ദിവസങ്ങളിൽ സഹായിക്കുന്നു. കഴിഞ്ഞ നാളിലെ വീഴ്ചകളിലും പ്രയാസങ്ങളിലും പോരാട്ടങ്ങളിലും കടന്നപ്പോൾ ദൈവം പറഞ്ഞ, മകളെ എൻ്റെ ബൈബിൾ എടുക്കുക എന്നാണ് കർത്താവ് പറയുന്നത്. ബൈബിളിലെ വാക്യം ഞാൻ എന്തെങ്ങനെ പറയുന്നത്? കാരണം ഞാൻ ഡെയിലി മന്ന എന്ന് പറഞ്ഞ ഒരു പുസ്തകം ഞാൻ വായിക്കാറുണ്ടായിരുന്നു. ഡെയിലി മന്ന പോലുള്ള ഒരു പുസ്തകം ഞാൻ വായിക്കും. ചെറിയ പ്രായം മുതൽ ഞാൻ ഇങ്ങനെ വായിച്ചുകൊണ്ടിരും. ഒരു വാക്യം കാണും, അതിൻ്റെ അടി തുടർന്ന എല്ലാ വാക്യത്തിൻ്റെ കാര്യങ്ങൾ ഇത് ഞാൻ കണ്ടിന്യൂസ് വായിക്കുമായിരുന്നു. അങ്ങനെ നോളജ് കിട്ടി. സോ ദൈവം പറയുന്നത്, യഹോഭക്തിയോടായിരിക്കാൻ കർത്താവ് നമ്മളെ സഹായിക്കും. താഴ്മ ധരിക്കാം. നമുക്ക് താഴ്മയോടായിരിക്കാനും താഴ്മയോട് സംസാരിക്കാനും താഴ്മയോട് നിൽക്കുവാനും ദൈവം നമുക്ക് കൃപ ലഭിക്കുമാറാകട്ടെ. എൻ്റെ ജീവിതത്തിൽ നിഗളം വരാതിരിക്കാൻ ഞാൻ ദൈവത്തോട് ചോദിക്കും. കർത്താവ് ഇതാണ് അവസ്ഥ എന്ന് പറയുമ്പോൾ കർത്താവ് നടത്തുന്ന വിധമാണ്. കഴിഞ്ഞ കാല ജീവിതത്തിൽ വരുന്ന എല്ലാ പരാജയങ്ങളും കർത്താവിനെ ജയമാക്കി മാറ്റുന്ന ദൈവകൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ഞാൻ ബൈബിളിലിരുന്ന് വായിക്കും. രാത്രി മുഴുവൻ ഇരുന്ന് വായിക്കും. എൻ്റെ മമ്മി പറയും എപ്പോഴും ബൈബിൾ, വേറെ ഒന്നുമില്ലെന്ന് പറയും. അതുകൊണ്ട് ഞാൻ വീണ്ടും ബൈബിൾ വായിക്കാൻ തുടങ്ങി. ബൈബിൾ വായിക്കുന്ന നിർത്തരുത്. വായിക്കുമ്പോൾ പ്രതികൂലങ്ങളൊക്കെ വരും. ബൈബിൾ ഒത്തിരി വായിക്കേണ്ട എന്ന് പറയും. ഓരോ അധ്യായം 2 അധ്യായം വായിക്കുന്ന പോലെയല്ല, എല്ലാ അധ്യായങ്ങളും ഞാൻ വായിക്കുന്നുണ്ട്. വായിക്കാൻ താല്പര്യപ്പെടും. ചില അധികാരം അറിയത്തില്ല അത് വായിക്കുന്നുണ്ട്. ശ്രമിക്കാം. അതുകൊണ്ട് നമ്മൾ ഈ രാത്രി സമയത്ത് കർത്താവിനെ നോക്കി വിളിക്കാം. താഴ്മയ്ക്കും യഹോഭക്തിക്കുള്ള പ്രതിഫലം ധനം, മാനം, ജീവനാകുന്നു. ധനം കിട്ടും, മാനം കിട്ടും, ജീവൻ കിട്ടും. നമ്മൾക്ക് ആവശ്യം ലോകത്തിലെ മെറ്റീരിയൽ തിങ്സ് അദ്ദേഹം തരും. ജോർജ് മുള്ളർ പ്രാർത്ഥിച്ചപ്പോൾ എല്ലാം എത്തി. പ്രാർത്ഥിക്കുക. നമ്മളെപ്പോഴും പ്രാർത്ഥനയിലായിരിക്കാൻ കർത്താവ് നമ്മളെ സഹായിക്കും. എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ ബൈബിൾ വായിക്കുമ്പോൾ മുട്ടമേ നിന്ന് പ്രാർത്ഥിക്കേണ്ടതാണ്. ഒരു നേരം ഇരുന്നും പ്രാർത്ഥിക്കാം, നിന്നും പ്രാർത്ഥിക്കാം. അത് നമ്മുടെ കാര്യമെല്ലാം നല്ലതാകും. അതുകൊണ്ട് ഈ രാത്രി വേളയിൽ ഞാൻ പറയട്ടെ, ധനമാനം ജീവൻ കിട്ടുന്ന യഹോഭക്തിയോടായിരിക്കാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. യഹോഭക്തി തന്ന ദൈവം നമ്മളെ പുലർത്തും. യഹോഭക്തിയോടായിരിക്കാൻ ദൈവമേ ഞങ്ങളെ സഹായിക്കണമേ എന്ന് നമ്മൾ കർത്താവിനെ വിളിക്കാം. കർത്താവ് ചെയ്യുന്ന വന്നുകളേക്കായി കർത്താവിനെ സ്തുതിക്കുന്ന ദിവസങ്ങളിൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. കർത്താവിൻ്റെ കൃപയിലായിരിക്കാനും അതിനകത്ത് വായിക്കുവാനും ദൈവം നമ്മളെ സഹായിക്കട്ടെ. എൻ്റെ എല്ലാ നന്മകളും കർത്താവ് തരുന്നത് എൻ്റെ മമ്മി കൂടെയാണ്. മമ്മിയാണ് എന്നെ ഇത്രയും മിനിസ്ട്രി വഴിയായിട്ട് അയക്കുന്നത്. ഓക്കെ. അതുകൊണ്ട് ഇന്ന് യഹോഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭം ആകുന്നു. താഴ്മയ്ക്കും യഹോഭക്തിക്കുമുള്ള പ്രതിഫലം ധനം, മാനം, ജീവനാകും. ആമീൻ, ആമീൻ.